മക്കളെ, നമ്മൾ ഇന്നിവിടെ 6ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷാ ചോദ്യമാണ്, മോഡലാണ് നമ്മൾ നോക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക. ഇതിൽ വന്നിരിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കവിതയാണ്. ഈ കവിത വായിച്ചിട്ട് താഴെയുള്ള ചോദ്യത്തിന് ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് 6 ആക്ടിവിറ്റി ആണുള്ളത്. ഈ 6 എണ്ണത്തിൽ നിങ്ങൾ ഏതെങ്കിലും 5 എണ്ണം മാത്രം ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് 6 എണ്ണം തന്നിട്ടുണ്ട്. അതിൽ 5 എണ്ണം മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ തന്നിരിക്കുന്ന കവിതാഭാവം വായിച്ചതിന് ശേഷം താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് വായിച്ചു തുടങ്ങാം. ये मेरे बाग की मिट्टी को कुछ तो है, ये जादुई जमीन है क्या, जमीन को जादू आता है, अगर अमरूद बीजों में तो ये अमरूद देती. നമ്മളിത് പഠിച്ചതാണ് അല്ലേ, जमीन को जादू आता है എന്നുള്ള കവിത നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇതിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. കവിതാക്കോ ഉചിത് ശീർഷകതേ. ഈ കവിതയ്ക്ക് ഉചിതമായ ഒരു ശീർഷക നൽകാനാണ്, ഒരു ടൈറ്റിൽ നൽകാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഏകദേശം യോജിക്കുന്ന ഒരു ടൈറ്റിൽ കൊടുക്കുക. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് മിട്ടി എന്നാണ്. ഇതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് മിട്ടി എന്നാണ്. എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഇതിന് മുമ്പും പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഈ തന്നിരിക്കുന്ന കവിതയിൽ വായിച്ചാൽ ഏകദേശം നിങ്ങൾക്ക് ഇതിന് കൊടുക്കാൻ പറ്റും. അപ്പൊ മിട്ടി കൊടുക്കുക, ബാഗ് എന്ന് കൊടുക്കുക, ജാദുയി ജമീൻ കൊടുക്കുക, ജമീൻ മാത്രം കൊടുക്കുക, അമരൂദ് ബീജ് കൊടുക്കുക അല്ലേ. ഇനി जमीन को क्या आता है, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? जमीन को क्या आता है എന്താണ്? ജാദു അല്ലേ. എന്താണ് ആൻസർ വരുന്നത്? जमीन को जादू आता है. അടുത്ത ക്വസ്റ്റ്യൻ, അമരൂദ് ബീജോं को मिट्टी क्या देती है. അമരൂദിന്റെ വിത്ത്, പേരക്കയുടെ വിത്ത് കൊടുത്താൽ മണ്ണ് നമുക്ക് എന്താണ് തരുന്നത്? അത് നമുക്ക് ഇതിൽ വായിച്ചാൽ തന്നെ കിട്ടും. അമരൂദ് ബീജോं तो ये अमरूद देती. എന്താണ് തരുന്നത്? അമരൂദ് देती है. എന്താണ് ആൻസർ? അമരൂദ് देती എന്നാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജമീൻ ക്യാ ക്യാ ജാദു ദിഖാത്തി ഹെ. ഭൂമി എന്തൊക്കെ മായാജാലമാണ്, മാജിക് ആണ് കാണിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. താഴെ 2 പോയിന്റ് വന്നിട്ടുണ്ട്, അതാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. കരേല ബീജും തോ എന്താണ് ഇവിടെ? കരേല ദേത്തി അല്ലെ. കരേല ബീജും തോ കരേല ദേത്തി ഹെ. ഗുലാബി ഫൂൽ മാങ്കും തോ ഗുലാബി ദേത്തി ഹെ അല്ലെ. അത് നമ്മൾ പഠിച്ചത്, നമ്മളെ പാഠത്തില് പഠിച്ച കാര്യമാണ്. കരേല, അതിന്റെ ആൻസർ എന്താണ്? കരേല ഗുലാബി പൂലിനെ തരുന്നു എന്താണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ആണ് പാഠഭാഗ പഠിയും ആ പ്രശ്നങ്ങൾക്ക് ഉത്തരലേക്ക്. ഇവിടെ തന്നിരിക്കുന്ന പാഠഭാഗം വായിച്ചതിന് ശേഷം താഴെയുള്ള ക്വസ്റ്റിന് ആൻസർ എഴുതുക. मार्च के दिनों हाथों में किताबें और आंखों में नींदें आ रही थी, रहा करती थी. नींदें रहा करती थी. ഇത് മാർച്ച് എന്ന നമ്മൾ പഠിച്ച പാഠത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. दो पन्ने पलटते ही नींद के हाथ आकर आंखों पर पलके नींद जाते. उन दिनों अक्सर ये सोचते कि काश आंखें बंद लिए पढ़ाई हो पाती. അല്ലെ, നമ്മൾ പഠിച്ച അതേ കാര്യം തന്നെയാണ്. ഇതിൽ വന്നിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാഠഭാഗ ഉചിത ശീർഷകതയിലും ശീർഷകം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. ശീർഷകം നൽകാനുള്ള ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. കാരണം അതിന് നിങ്ങൾ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് അതിനൊരു മാർക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. അപ്പൊ ഈ പാഠഭാഗത്തിന് നമ്മൾ വേറൊരു ശീർഷകമാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ പഠിച്ചത് മാർച്ച് എന്നാണ് പാഠത്തിന്റെ പേര്. ആ പേര് കൊടുക്കാൻ പാടില്ല, വേറെ ശീർഷകമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തത് നോക്കാം. പരീക്ഷ എന്നാണ് ഞാൻ ഇവിടെ അതിന് എന്ത് കൊടുത്തിരിക്കുന്നത്? ശീർഷകമായിട്ട് കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞത് തന്നെയാണ് ശീർഷകം കൊടുക്കേണ്ടത് എന്നല്ലേ പറഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ കിതാബേ വേണമെങ്കിൽ കൊടുക്കുക, ആങ്കോമേ നീണ്ട് കൊടുക്കുക അല്ലേ. ഇനി അടുത്ത് നോക്കാം. മാർച്ച് കെ ദിനോം അക്സർ ക്യാ സോച്ചത്തെ ഹെ. മാർച്ച് മാസത്തിലെ ദിവസങ്ങളിൽ മിക്കവാറും എന്താണ് ചിന്തിക്കാറുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഭാഗം വായിച്ചാൽ തന്നെ കിട്ടും. ഉൻ ദിനോം അക്സർ സോച്ചത്തേക്ക്. കണ്ടോ, സോച്ചിന അവിടെ ഉണ്ട്. സോച്ചത്തേക്ക് എന്താണ് ചിന്തിക്കുന്നത്? ഇവിടെ മുതലാണ് നമ്മൾ അഭിപ്രായം എഴുതേണ്ടത്. കാശ് ആംഗേം ബന്ദിലിയെ പടായി ഹോ പാത്തി. ബന്ദിലിയെ പടായി ഹോ പാത്തി, ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ആംഗേം ബന്ദിലിയെ പടായി ഹോ പാത്തി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ.
नीचे दिए प्रश्नों का समानार्थक शब्द പാഠഭാഗത്തെ ചുരുക്കം लिखे താഴെ തന്നിരിക്കുന്ന ഇവിടെ തന്നിരിക്കുന്ന ശബ്ദിന്റെ സമാനാർത്ഥം വരുന്ന ശബ്ദമാണ് ഏതാ നമ്മൾ പുസ്തക് എന്നും അതുപോലെ തന്നെ ദിവസ് എന്നതിനും ഇവിടെ അതേ അർത്ഥം വരുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏതാണ് എന്നാണ് നമ്മൾ ഇവിടെ പുസ്തകത്തിന് എന്താണ് കിതാബ് അല്ലെ, പുസ്തകത്തിന് ഇവിടെ കിതാബ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെന്താണ് ദിവസ്, ദിവസ് എന്താണ് ദിൻ എന്നാണ് അല്ലെ, മാസിക്ക് ദിനോ ദിൻ എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എഴുതിയ നോക്കാം. കിതാബ് അതുപോലെ തന്നെ എന്താണ് ദിൻ. ഉണ്ടോ? അത് രണ്ട് ആൻസർ കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, मार्च के दिनों क्या क्या रहा करती थी? मार्च के दिनों क्या क्या रहा करती थी? आंसर നോക്കാം. हाथों में किताबें और आंखों में नींदें रहा करती थी. കൈകളിൽ പുസ്തകങ്ങളും കണ്ണുകളിൽ ഉറക്കവുമാണ് വരാറുള്ളത്. മാർച്ച് ദിവസങ്ങളിലെ എക്സാം ആണ്. എക്സാം ആകുമ്പോൾ തന്നെ എന്താണ്, കൈകളിൽ പുസ്തകം ഉണ്ടായിരിക്കും, പക്ഷെ കണ്ണുകളിൽ എന്താണ് ഉണ്ടാവുക, ഉറക്കമാണ് ഉണ്ടാവുക എന്നാണ് പറഞ്ഞത്. ഇനി അടുത്തത് മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ് സഹി മിലാൻ കരി. മിലാൻ ചെയ്യാനാണ്, ചേരും പടി ചേർക്കുക എന്ന് മലയാളത്തിൽ പറയില്ലേ, അതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. നിയമിക്ക, നിയമിക്ക എന്താണ്, നിയമിക്ക വ്യക്തിയാണോ, നിയമിക്ക ജാതു എന്നാണോ, നിയമിക്ക പേട് എന്നാണോ, എന്താണ് നിയമിക്ക പേടാണ് അല്ലെ. ഇനി കിതാബ് കെ മിട്ടി, കിതാബ് കെ ജാദു, കിതാബ് കെ പന്നെ, കിതാബ് കെ താരെ, ഏതാണ് കിതാബ് കെ പന്നെ. ആസ്മാൻ കെ, രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടെണ്ണം നമുക്ക് നോക്കണ്ട കേട്ടോ, കിതാബ് വെച്ച് നോക്കിയാൽ മതി. ആസ്മാൻ കെ മിട്ടി, ആസ്മാൻ കെ ജാദു, ആസ്മാൻ കെ താരെ, ഏതാണ് ആകാശത്ത് നക്ഷത്രങ്ങളാണ് അല്ലെ, ആസ്മാൻ കെ താരെ. ഇനി ബാക്കി രണ്ടെണ്ണാണത്, ബാബു കി മിട്ടി എന്നാണോ, ബാബു കി ജാദു എന്നാണോ, ബാബു കി മിട്ടി. जमीन को जादू അല്ലെ, जमीन को जादू आता है നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അങ്ങനെയാണത് ചെയ്യേണ്ടത്. ഇനി അടുത്ത നാലാമത്തെ ആക്ടിവിറ്റി ആണ് മേരെ ദേശ് കെ സാമനെ നീം കാ പേട് ഹെ. പേട് ദാ, പേട് ഹെ സോറി, പേട് ദാ എന്നാണ് കേട്ടോ, പേട് ദാ. മേരെ സ്കൂളാണോ ഗറാണോ മൈതാനാണോ, മേരെ ഗർ കെ അല്ലെ, എന്റെ വീടിന് മുമ്പിലായിട്ടാണ് എന്തുണ്ടായിരുന്നത്, നീം കാ പേട് ഉണ്ടായിരുന്നത്. पत्ती लाल हो गई, पत्ती पीली हो गई, पत्ती सफेद हो गई, ഏതാണ് ശരി, പത്തി പീലിയിലെ മഞ്ഞയാവുമ്പോഴല്ല, മഞ്ഞയാവുമ്പോഴാണ് വീഴുന്നത്. പത്തി പീലി ഹോ ഗയി ഇസ്ലിയെ ഗിരി. ഇനി അടുത്ത് നോക്കാം. ഗസ്മ ഹോത്തെ തോ നീന്ത് ഭി ഗായബ് ഹോ ഗേൽ, കളി അവസാനിക്കുമ്പോൾ എന്നാണോ, ഇംതിഹാൻ പരീക്ഷ അവസാനിക്കുമ്പോൾ എന്നാണോ, ജാദു മാജിക് അവസാനിക്കുമ്പോൾ എന്നാണോ, എന്താണ് അത് രണ്ടല്ല, ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ അല്ലെ, ഇംതിഹാൻ. ഇനി അടുത്തത് ഗൂബ് ഗിലാത്തി ഹെ, ഹവ ഗൂബ് ഗിലാത്തി ഹെ എന്നാണോ, നീന്ത് ഗൂബ് ഗിലാത്തി ഹെ എന്നാണോ, ജാദു ഗൂബ് ഗിലാത്തി ഹെ, നീന്ത് ഗൂബ് ഗിലാത്തി ഹെ. ഫലോമേ ദേശ് കൈസേ ഡാൽത്തി ഹെ, പഴങ്ങളിൽ എന്താണ് മീഠ, പഴങ്ങളിൽ എന്താണ് മീഠ, പഴങ്ങളിലെ മധുരം, മധുരം എങ്ങനെയാണ് ഇടുന്നത് എന്നാണ് പറഞ്ഞത്. ഗൂബ് ഗിലാത്തി ഹെ നമുക്കിവിടെ ചോദിക്കണം. ആൻസർ എഴുതി നോക്കാം. നമുക്ക് അതിന്റെ ആൻസർ എഴുതി നോക്കാം. അഞ്ചാമത്തെ ആക്ടിവിറ്റി ആണ് സൂചനാ കത്തിലിക്ക്. അത് രണ്ട് ആക്ടിവിറ്റി നമ്മൾ അവിടെ എഴുതിയിട്ടില്ല കേട്ടോ, അപ്പൊ ഞാൻ പോയി നോക്കിയപ്പോ അവിടെ ഇല്ല, കാരണം ഇത് രണ്ടും ഇവിടെ കാണിച്ചു തന്നല്ലോ, അപ്പൊ ഞാൻ അപ്പുറത്തെ എഴുതിയിട്ടില്ല. അതെല്ലാം നമ്മൾ ഇവിടെ നോക്കിയതാണ്. ഗൂബ് ഗിലാത്തി ഹെ. അഞ്ചാമത്തെ ആക്ടിവിറ്റി സൂചന കത്തിലേക്ക്. അഞ്ചാമത്തെ ആക്ടിവിറ്റി പറയുന്നത് കത്ത് എഴുതാണ്, പത്ര എഴുതാണ്, ചിട്ടി. मार्च के दिनों हाथों में किताबें और आंखों में नींदे रहा करती थी, क्या आपका भी यही हाल है? अपने अनुभव को एक खत के रूप में लिखिए. लिखिए लेखक के नाम पर एक കത്ത്. ലേഖകന്റെ പേരിൽ ഒരു കത്ത് എഴുതുകയാണ്. നിങ്ങൾക്ക് പാഠത്തിൽ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, നിങ്ങളുടെ പാഠത്തിൽ അതായത് ബുക്കിൽ നിങ്ങൾക്ക്
ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നത്. അതേ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ലേഖനം എഴുതുന്ന കത്താണ്. സ്ഥലത്തിന്റെ പേര് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. കൊല്ലം എന്ന സ്ഥലത്തിന്റെ പേര് കൊടുത്തു, ഡേറ്റ് കൊടുത്തു. പിന്നെ പ്രിയ സുശീൽ ജി നമ്മൾ എഴുതിയ ഈ മാർച്ച് എന്ന പാഠം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത് ആരാണ്? ആ പേരാണ് നമ്മൾ എഴുതേണ്ടത്, പ്രിയ സുശീൽ ജി. നമസ്തേ എന്ന് കൂടെ വേണമെങ്കിൽ എഴുതാം. പിന്നെ ആപ്കാ ലേഖ പഠ, താങ്കളുടെ ലേഖനം വായിച്ചു. പഠിത്തേ പഠിത്തേ മസ ആയ, അങ്ങനെ വായിച്ചു നല്ല രസം തോന്നി. നിങ്ങളുടെ ലേഖനം വായിക്കാൻ നല്ല രസം അല്ലെ? ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടികളാകുമ്പോൾ എക്സാം അടുത്തോ, അന്നേരം അവർക്ക് എന്താ ഉണ്ടാവുക? കയ്യിൽ ബുക്ക് ഉണ്ടായിരിക്കണം, പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ ഉറക്കം വരും അല്ലെ? മുജേബി ഐസാ നീന്ത് ആ ജാതി, എനിക്കും അങ്ങനെ ഉറക്കം വരാറുണ്ടായിരുന്നു. മാംകി ടാണ്ട് സുന്നാ പड़ता है, ഈ കാര്യത്തിൽ എനിക്ക് അമ്മയോട് എന്നും വഴക്ക് കേൾക്കാറുമുണ്ട് അല്ലെ? മാംകി ടാണ്ട്, ഈ കാര്യത്തിൽ മാംകി ടാണ്ട്, അമ്മയുടെ വഴക്ക്, സുന്നാ പड़ता है, കേൾക്കുന്നുമുണ്ട്. എനിക്ക് ഇതുപോലത്തെ അനുഭവം ഉണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയിൽ നിന്ന് എനിക്ക് വഴക്ക് കേൾക്കുന്നുമുണ്ട്. आगे बंद किए पढ़ाई को पासा तो कितना अच्छा होगा, കണ്ണുകൾ അടച്ചുകൊണ്ട് പഠിക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. നമ്മുടെ ലേഖനം എഴുതിയത് പോലെ തന്നെയാണ് ഈ കുട്ടിയും പറയുന്നത്. എന്താണ്? അങ്ങനെ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് പറയുന്നത്. ആപ്കാ ശുഭചിന്തക് ഹസ്താക്ഷർ എന്ന് എഴുതുക. ലാസ്റ്റ് ഇവിടെ അഡ്രസ് കൊടുക്കുക, സേവാമേ. അതാണ് നിങ്ങൾക്ക് ഇവിടെ ഈ പാഠത്തിൽ തന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അഡ്രസ്. ആ അഡ്രസ് നമ്മളിവിടെ കൊടുക്കാം. ശുക്ലെ, മധ്യപ്രദേശ്, ഭോപ്പാൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ലെറ്റർ എഴുതേണ്ടത്. ലെറ്റർ എഴുതുമ്പോൾ അതിന്റെ മാതൃക, അതായത് അതിന്റെ ഇതൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതിക്കണം. ഇത് എഴുതണം. അതുപോലെ തന്നെ ഇത് നിർബന്ധമായിട്ട് എഴുതണം. പിന്നെ ഇവിടെ തന്നിരിക്കുന്നത് എഴുതണം. പിന്നെന്താ ഇവിടെ എന്താണ്? ഈ ഒരു അഡ്രസ് ഉണ്ടല്ലോ, ഈ ഒരു അഡ്രസ്സും നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കാം. പിന്നീട് നമുക്കുള്ള ഈ തന്നിരിക്കുന്നത്, അതായത് അതിന്റെ മാച്ച് നമുക്ക് അവിടെയുള്ള സൂചന ഉണ്ടായിരിക്കും. സൂചന നിങ്ങൾക്കുള്ള സൂചന തരും. മാസികയിലോ അപ്പം കിട്ടാതെ അമ്പം രണ്ട് ലൈൻ തന്നിട്ടുണ്ട്. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ അതൊന്ന് എഴുതാൻ വേണ്ടിയിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടാത്തവരെന്ത് ചെയ്യാതെ തന്നെ പഠിക്കാം. അങ്ങനെ കിട്ടും എന്നുള്ളവര് ഇപ്പൊ ഞാനൊരു മാർക്കറ്റ് വെച്ച് അത്രയും കാര്യം പഠിച്ചിട്ട് ബാക്കിയുള്ളത് നിങ്ങൾക്ക് തന്ന സൂചന നോക്കിയിട്ട് ഇതുപോലെ തയ്യാറാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. परीक्षा खत्म होते तो नींद गायब हो जाती, परीक्षा खत्म होते तो नींद आती है. ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചത്. പരീക്ഷ അവസാനിക്കുമ്പോൾ, ഗത്മഹോന പറഞ്ഞ അവസാനിക്കുക, ഗതം പോകയില്ല. അപ്പൊ പരീക്ഷ ഗതം ഹോത്തേത്തോ നീന്ത് ഗായബ് ഹോ ജാത്തി, പരീക്ഷ അവസാനിക്കുമ്പോൾ ഉറക്കം എന്താകുന്നു? നഷ്ടപ്പെടുന്നു. പരീക്ഷ അവസാനിക്കുമ്പോൾ ഉറക്കം വരുന്നു. ഏതാണ് ശരി? ഉറക്കം വരുന്നുണ്ടോ പരീക്ഷ അവസാനിച്ചാല്? ഇല്ല. പരീക്ഷ ഉള്ളപ്പോഴാണ് ഉറക്കം വരും അല്ലെ? പരീക്ഷ അവസാനിച്ചാൽ ഉറക്കവും നഷ്ടപ്പെടുന്നു. അതാണ് ശരി. ഇനി ആറാമത്തെ ആക്ടിവിറ്റി നോക്കാം. കഹി ശബ്ദ ചുരുക്കം വിധിയാണ്. ആസമാൻ, ആജുമാൻ, ആശമാൻ. ഇതിലേതാണ് ശരി? ആശമാനാണ് ശരി അല്ലേ? അടുത്തത് ഗുഡലി, ഗുഡലി, ഗുഡലി. ഏതാണ് ഗുഡലി? ഇതാണ് ശരിയായിട്ട് വരുന്നത്. ഉങ്കലി, ഉങ്കലി എന്നത് ഇതാണ് ഉങ്കലി ശരി. ഉങ്കലി പറഞ്ഞ വിരല്. സന്തൂക്ക്, സന്തൂക്ക്, സന്തൂക്ക്. ഏതാണ്? ഈ സന്തൂക്കാണ് ശരിയായിട്ട്. എന്ന സന്തൂക്ക് ഇതാണ് ശരി. ഇനി ധൂബ്, ഇതാണ് ധൂബ് ശരിയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റികൾ. 6 എണ്ണമാണ് വന്നിരിക്കുന്നത്. 6 എണ്ണം നമ്മൾ ഇവിടെ നോക്കി. നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണിച്ചു തരാനുള്ള മാർക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് എഴുതി തരാനുള്ളത് ഇവിടെ നമ്മൾ എഴുതി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത്രയാണ് ആക്ടിവിറ്റികൾ ഉള്ളത്. ശരിക്കും നോക്കുക, ശരിക്കും നോക്കിയിട്ട് പഠിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ്. കുറച്ച് നന്നായിട്ട് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. നല്ലൊരു മാർക്ക് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാനും പറ്റും. ഓക്കെ.